ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മളിതാ മറൈൻ എക്സ്പോയിലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു പക്ഷികളുടെ ലോകത്തേക്ക് കയറുന്ന പോലെയാണ് കേട്ടോ. ഒട്ടകപ്പക്ഷി, കിളികൾ, കോഴികൾ, പല വിധത്തിലുണ്ട് കേട്ടോ. തത്തകൾ, അങ്ങനെ പല ഐറ്റംസുകളാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയെന്നറിയോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേന് ഇത് കണ്ടോ, നമ്മൾ ചെടികളും മരങ്ങളും പോലെ നിൽക്കുക. അതിലൂടെ പക്ഷികൾ ഇങ്ങനെ പറന്ന് ഒച്ചയുണ്ടാക്കി നടക്കുമ്പോൾ നമ്മൊരു പക്ഷിയുടെ ലോകത്തെത്തിയ പോലെ ഒരു തോന്നൽ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. നമ്മൾ ഈ തത്തയൊക്കെ നമ്മളോട് ഇങ്ങനെ ഓരോന്ന് ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഈ സുന്ദര കുട്ടപ്പൻ എന്താണ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മളിതാ മീനുകളുടെ ലോകത്ത് പോവുകയാണ്. ഇതാ കണ്ടോ, എന്ത് അടിപൊളി മീനുകളാണ്, പല ഐറ്റം മീനുകളാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, ഉള്ളിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ ഒരു പുഴയുടെ ഉള്ളിലോട്ട് കയറിയൊരു ഫീലാട്ടോ നമുക്ക്. നമ്മളെ തലയുടെ മീതൊക്കെ മീനുകൾ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു പുഴേൻ്റെ ഉള്ളിലൂടെ പോവുകയെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്ര മനോഹരമാണ് കേട്ടോ. മീനുകൾ ഇങ്ങനെ മുകളിലൂടെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നീന്തി നടക്കുന്നു, നമ്മളതിൻ്റെ ഉള്ളിൽ നടക്കുന്നു. ആ ലൈറ്റിൻ്റെ വെട്ടവും എല്ലാം കൂടെ ആയപ്പോൾ നല്ല ഭംഗിയായിട്ടോ. പല തരത്തിലുള്ള മീനുകളും പല കളറിലുള്ള മീനുകളായിട്ട് നല്ല അടിപൊളി മീനുകളാണ്. നമ്മൾ ഈ മീനുകളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ 100 രൂപ കൊടുത്ത് നമുക്ക് ഒട്ടും നഷ്ടമായില്ല എന്നുള്ളത് നമുക്ക് തോന്നി. അത്ര ഭംഗിയാട്ടോ കാണാൻ. പല വിധത്തിൽ നല്ല എന്താ പറയുക, ഇത്ര നല്ല സൂപ്പറായിട്ട് മീനുകളിങ്ങനെ നീന്തി നടക്കുന്നു. ചെറുതും വലുതും കുഞ്ഞിതും പല മോഡലുകളും എല്ലാം കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇത് കണ്ടോ, നല്ല മാലമുത്ത് വലിച്ചെറിഞ്ഞ പോലെ മീനുകൾ, നല്ല അടിപൊളി കുഞ്ഞു മീനുകളാണ്. പല കളറുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. ഇവരിങ്ങനെ നീന്തി കളിച്ചിങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ തോന്നില്ല. അത്ര ഭംഗിയാട്ടോ. ചെറുതും വലുതും അങ്ങനെ പല മീനുകളുണ്ട്. ഈ കളറ് ലൈറ്റൊക്കെ ഉള്ളത് കാരണം നല്ല ഭംഗിയാട്ടോ കാണാൻ. നല്ല സൂപ്പറായിട്ട് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി പല ഐറ്റം മീനുകൾ. എന്താണെന്ന് അറിയില്ല, അത്രയും ഭംഗിയാട്ടോ കാണാൻ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങണേ. അപ്പോൾ ഇതാ നോക്കൂ, നമ്മളെ മത്സ്യകന്യകമാർ അടിപൊളിയായിട്ട് നല്ല 2 മത്സ്യകന്യകമാർ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി നടക്കുകയാണ് കേട്ടോ. എന്താ ഭംഗി എന്നറിയാം കാണാൻ. ഇതാണ് ഒരാൾ, അത് അടുത്ത ആളിതാണ്ട് കേട്ടോ. അടുത്ത ആളിതാ അവിടെ ഉണ്ട്. അങ്ങനെ 2 പേരും വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി പിള്ളേർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ പല വിധത്തിലുള്ള പഴയ കാലത്തുള്ള മിഠായികളും ഫാൻസികളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അങ്ങനെ പല വിധം സാധനങ്ങൾ കേട്ടോ. എല്ലാം കണ്ട് ഇങ്ങനെ പോരുമ്പോൾ ഇതെന്താണെന്നറിയോ, നമുക്ക് കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെക്കാനുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉല്ലസിക്കാനും എന്താ പറയുക, അത് നമ്മൾ മത്സ്യകന്യക കേട്ടോ നിൽക്കുന്നത്. അവിടെ ഐസ്ക്രീം തിന്നാൻ വന്നപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് എടുത്തതാണ്. ഇത് കണ്ടോ, പിള്ളേർക്ക് കളിക്കാനും ഇതിനൊക്കെ നല്ല അടിപൊളി സംഭവങ്ങളുണ്ട്. ഊഞ്ഞാലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. ഓക്കേ.